So next type of bonding that we are going to discuss is Vander Waals bonds. നമ്മൾ നേരത്തെ കേട്ടുള്ളതാണ് വീക്ക് ബോണ്ട് നമുക്ക് നേരത്തെ അറിയാം. This type of bonding exists in atoms or molecules where there is no chance of sharing or transfer of electrons. അതായത് completely filled ആയിട്ടുള്ള with filled valence shell and outer shell എന്ന് പറഞ്ഞാൽ ഫിൽഡ് ആയിരിക്കും, അത് കംപ്ലീറ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഷെയറിങ്ങിൻ്റെയോ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു സാധ്യത പോലും ഇല്ല. അത് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസിന്റെ മോളിക്യൂൾസിന്റെ കേസിൽ ചിലപ്പോൾ വരാനുള്ള ഒരു ബോണ്ടാണ് വാൻഡർ വാൾസ് ബോണ്ട്. There is no chance of gain or lose of share or valence electrons with the other neighboring atoms or molecules. So the crystals resulting from this type of bonding. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ വരുന്ന, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇനർട്ട് ഗ്യാസിന്റെ ഒക്കെ കേസിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണല്ലോ. ഹീലിയം, നിയോൺ, ആർഗൺ, ഇതിന്റെയൊക്കെ കേസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുപോലെ തന്നെ ക്ലോറിൻ മോളിക്യൂള്, ഓക്സിജൻ മോളിക്യൂള്, കാർബൺ ഡയോക്സൈഡ്, CH4, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഇവർക്കൊന്നും എല്ലാം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള മോളിക്യൂൾസും ആറ്റംസും ഒക്കെയാണിത്. ഈ കേസിൽ ചിലപ്പം നോർമലി ഇവര് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആയിരിക്കും. അതായത് ന്യൂക്ലിയസ് കാണും, അതിന്റെ ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ് കാണും, സ്റ്റേബിൾ ആയിരിക്കും. ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ഫെറിക്കലി സിമെട്രിക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഉള്ളത്. ബട്ട് ദ ഇലക്ട്രോൺസ് ഓഫ് ദി ഡ്യൂ ടു സം ഡൈപോളാർ ഇന്ററാക്ഷൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈപോളാർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ഓർ മോളിക്യൂൾസ്, അതുമൂലമാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഉണ്ടാകുന്നത്. So the electrons of the adjacent atoms in a molecule tend to repel each other. ശരിയാണല്ലോ. നമ്മളിപ്പം ഒരു എ ആറ്റം എടുത്തു, അതുപോലെ തൊട്ടടുത്ത് വേറൊരു ഇതിന്റെ തന്നെ ഈ എ ടൈപ്പ് ആറ്റം തന്നെ ഇരിക്കത്തുള്ളൂ. ഈ ഫസ്റ്റ് എ ആറ്റത്തിൽ ഉള്ള ഇലക്ട്രോൺസിന് ഇതിന്റെ ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ റിപ്പൽ ചെയ്യാമല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? റിപ്പൽ ചെയ്യുമ്പം ഈ ഇലക്ട്രോൺസ് ചിലപ്പോൾ ഈ സ്ഫെറിക്കലി സിമെട്രിക് ആയിരുന്ന ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് അവർ ഒരു സൈഡിലോട്ട് അങ്ങ് മാറിപ്പോകും, ഒരു റിപ്പല്ലിംഗ് ഫോഴ്സ് കാരണം. സ്ഫെറിക്കലി സിമെട്രിക് ആയിരുന്നത് ഒരു ഡൈപോളാർ ഇന്ററാക്ഷൻ കാരണം ഒരു സൈഡിലോട്ട് അത് ഇച്ചിരി ഒന്ന് ഒതുങ്ങും. They tend to move towards one side. ഈ ഒരു സൈഡിൽ ഇച്ചിരി ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ചാർജിന്റെ കൂടുതൽ കാരണം ഒരു ഡെൽറ്റ നെഗറ്റീവ് ആവും, ഇവിടെ ഒരു ഡെൽറ്റ പോസിറ്റീവ്, ചെറിയൊരു ചാർജ് വേരിയേഷൻ കാണും. നോർമലി അത് ന്യൂട്രൽ സ്ഫെറിക്കലി സിമെട്രിക് ആയിരുന്നു, പക്ഷെ ഡ്യൂ ടു റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഓഫ് ദി നെയ്ബറിംഗ് ആറ്റംസ്, സ്ഫെറിക്കൽ സിമെട്രി ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്റ്റർബൻസ് വരും, ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്റ്റർബൻസ് വരും. Now a similar type of disturbance in electron clouds also take place in inert gases. Inert gases ഒക്കെ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം due to the disturbance in the electron cloud, the center of the positive ion, ഇപ്പോൾ ഇതിന്റെ പോസിറ്റീവ് അയോണിന്റെ നെഗറ്റീവ് അയോണിന്റെ സെന്റർ മാറി. നേരത്തെ നമ്മൾ പോസിറ്റീവ് അയോണിന്റെ സെന്റർ ആണെങ്കിൽ നെഗറ്റീവ് അയോണിന്റെ സെന്റർ ഇതിന്റെ മുകളിൽ തന്നെ വരുമായിരുന്നു, അതുകൊണ്ടാണ് ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോണിന്റെ സെന്റേഴ്സ് തമ്മിലൊരു ഷിഫ്റ്റ് വരും. So since the positive and negative centers, positive and negative ion centers, അപ്പോൾ ഇതിന്റെ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന ആ ഒരു സെന്റേഴ്സ് they do not coincide anymore. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഇൻ ദ സെന്റേഴ്സ് വരും. എന്താ പറ്റുന്നത്? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൈപോൾ മൊമെന്റ് ഈസ് ഡെവലപ്ഡ് ആൻഡ് ദിസ് ഡൈപോൾ, ഇത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് അല്ല, പക്ഷെ ദിസ് ഡൈപോൾ മൊമെന്റ് ദേ കീപ് ഓസിലേറ്റിംഗ്. ദിസ് ഡൈപോൾ മൊമെന്റ്, this dipole keeps oscillating
with the movement of electron clouds. Electron cloud movement അനുസരിച്ച് ഈ ഡൈപോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദിസ് ഇംബാലൻസ് ഓഫ് ചാർജ്. ഇത് ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി, അപ്പൊ അതിൻ്റെ അകത്തുനിന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ചാർജ് സെപ്പറേഷൻ ഉണ്ടായി, അതുപോലെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി, which is kept oscillating. So and the electric field developed due to this dipole moment. Due to this imbalance in charge, they induce the electric field developed. They again induce. So already ഉണ്ടായ ഒരു ഡൈപോൾ മൊമെന്റ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് they induce dipole moment. എവിടെ ഡൈപോൾ മൊമെന്റ്? ഇൻ ദ നെയ്ബറിംഗ് ആറ്റം. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ആറ്റത്തിൽ ഇത് കാരണം ഒരു ഡൈപോൾ മൊമെന്റ് വീണ്ടും ഉണ്ടാവുകയാണ്. നമ്മൾ ആദ്യമേ സ്പെറിക്കലി സിമെട്രിക് ആയിരുന്നിടത്ത് ഒരു ചെറിയൊരു ഡൈപോൾ മൊമെന്റ് ഷിഫ്റ്റ് കാരണം ഒരു ഡെൽറ്റ നെഗറ്റീവ് ഡെൽറ്റ പോസിറ്റീവ് സെന്റേഴ്സ് ഉണ്ടാവുന്നു, ഷിഫ്റ്റ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഇത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരു ആറ്റത്തിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയില്ല, അപ്പൊ ഈ ഫീൽഡ് കാരണം നെഗറ്റീവ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ട് റിപ്പൽ ചെയ്യും, വീണ്ടും ഇങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ ഒരു ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ്. അങ്ങനെ the electric field developed due to a dipole moment induces another dipole moment in the neighboring atom. Okay, such that in such a way that the atom gets attracted. അതായത് ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ വരുമല്ലോ, പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് തമ്മിൽ ആ അട്രാക്ഷൻ വരുന്ന രീതിയിൽ ഒരു such that atoms get attracted. അങ്ങനെ രീതിയിലാണ് dipole moment induced ആവുന്നത്. So atoms get attracted. Now the electric field of the second dipole produces another dipole in the neighboring. ഈ തൊട്ടടുത്തതിനകത്ത് ഇതുപോലെ തന്നെ ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ് ഉണ്ടാവും. അങ്ങനെ ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. Okay, and this type of dipole induced dipole interaction, dipole induced dipole interaction, അതായത് ഈ ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലേ, അട്രാക്ഷൻ മൂലം അതിങ്ങനെ നിൽക്കില്ല, അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാവത്തില്ലേ. ആൻഡ് ദിസ് ഡൈപോൾ ഇന്ററാക്ഷൻ ഈസ് കോൾഡ് വാൻഡർ വാൾസ് ബോണ്ട്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്പേർഷൻ ബോണ്ട്. ഓക്കെ, ഇതിന്റെ പേര് പറഞ്ഞാൽ ഡിസ്പേർഷൻ ബോണ്ട് എന്നുണ്ട്. അപ്പം ഓൾറെഡി ഒരു ഡിസ്റ്റർബൻസ് കാരണം ഒരു സിമെട്രി ഇൻ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് disturbed and a dipole moment is created due to a shift in the positive and negative ion centers. അങ്ങനെ dipole moment ഉണ്ടായി. And the electric field due to this dipole moment induces another dipole moment in the neighboring atom, such that these neighboring atoms get attracted. And there is another induced dipole moment in the third atom, in the neighboring atom, and it gets so on. And this dipole induced dipole interaction is called Vander Waals bond or dispersion bond. ഇതിന്റെ ഒരു ആവശ്യം, ഇത് ഇങ്ങനെ ഒരു ബോണ്ടിങ്ങിന്റെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇനേർട്ട് ഗ്യാസസ്, ശരിക്കും ഇനേർട്ട് ഗ്യാസസ് they can be liquefied at low temperatures. അല്ലേ, ഹീലിയം ഒക്കെ നമുക്ക് ലിക്വിഡ് ഹീലിയം ആയിട്ട് ലോ ടെമ്പറേച്ചർ കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് അത് ലിക്വിഡ് ആകുന്ന ഒരു ഗേഷ്യസ് ആയിരുന്ന സാധനം, ഗ്യാസ് ആണല്ലോ, ഗേഷ്യസ് ഫോമിലായിരുന്ന സാധനം ടെമ്പറേച്ചർ പറയുമ്പോൾ ലിക്വിഡ് ഫോമിലാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാൻഡർ വാൾസ് ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടത്. സോ ദീസ് വാൻഡർ വാൾസ് ബോണ്ട് ആർ വീക്ക് ബോണ്ട്സ്. വീക്ക് ബോണ്ട്സ് ആണ്. അറ്റ് റൂം ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞാൽ തെർമൽ എനർജി ഈസ്, നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറുള്ള എനർജി ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ടു മേക്ക് ദീസ് ഫോഴ്സസ്, ഈ വാൻഡർ വാൾസ് ഫോഴ്സസ് ഇൻഇഫക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിലെ എനർജി തന്നെ ധാരാളമാണ്. അപ്പൊ എനർജി വളരെ കുറവാണ്. അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് പക്ഷെ ഇത് പ്രൊമിനന്റ് ആവും. So at low temperatures these forces dominate.
ഈ വാൻഡർവാൾസ് ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇന്നർട്ട് ഗ്യാസസ് ലോ ടെമ്പറേച്ചറിൽ ഈ ഫോഴ്സസ്, ഈ വാൻഡർവാൾസ് ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്ത് ഒരു ബോണ്ടിങ് ഉണ്ട്, വാൻഡർവാൾസ് ബോണ്ട് ഉണ്ടാവും. അങ്ങനെ ബോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗ്യാസ്, ആ ഫ്രീ ഒരു ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് മാറി കുറച്ച് ബോണ്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരും. ഓക്കെ, ദിസ് ഈസ് വാൻഡർവാൾസ് bonds.